പാനൂർ ബോംബ് സ്ഫോടനത്തിൽ സിപിഎമ്മിൽ ഭിന്നത. സംഭവത്തിൽ ന്യായീകരണവുമായി മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തി. സ്ഫോടനത്തിൽ മരിച്ചയാളുടെ വീട് സിപിഎം നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വപരമെന്ന് മുഖ്യമന്ത്രി. സ്ഫോടന സ്ഥലത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോയത് രക്ഷാപ്രവർത്തനത്തിനെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ വടകര LDF സ്ഥാനാർത്ഥി കെ ശൈലജ പാർട്ടിയിൽ അതൃപ്തി അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാനൂരിലെ സ്ഫോടനത്തിൽ പ്രതിരോധത്തിലായ സിപിഎമ്മിലാണ് കടുത്ത ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. സ്ഫോടനത്തിൽ പ്രതികളാക്കപ്പെട്ട സിപിഎം പ്രവർത്തകരെ പരസ്യമായി തള്ളിപ്പറയണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. എന്നാൽ രാഷ്ട്രീയപരമായി ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ശ്രമിക്കുന്നത്. കൊല്ലപ്പെട്ടയാളുടെ വീട് സിപിഎം നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വപരമെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, ക്രിമിനലായിരിക്കും എന്ന് വിചാരിക്കുക, ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെന്ന് വിചാരിക്കുക. ആ വീട്ടിലുള്ള വീട്ടുകാരില്ലേ, അവിടെ മരിച്ചവർക്ക് പുറമേയുള്ള അവരുടെ മറ്റു ആളുകളില്ലേ, നിങ്ങളെ തൊട്ടടുത്താണെന്ന് വിചാരിക്കുക, നിങ്ങളവിടെ പോവില്ലേ? സാധാരണ നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അതൊക്കെ? സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ? അതിൻ്റെ അർത്ഥം കുറ്റത്തോട് പിന്നെ മൃദു സമീപനം ഉണ്ടെന്നാണോ? കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും ഇല്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാൽ മതി. സ്ഫോടന സ്ഥലത്തേക്ക് സിപിഎം പ്രവർത്തകർ പോയത് രക്ഷാപ്രവർത്തനത്തിനാണെന്നാണ് എം.വി. ഗോവിന്ദന്റെ വിചിത്രമായ വാദം. ഇവരെ ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുക. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ന്യായീകരിക്കുമ്പോൾ കൊല്ലപ്പെട്ടയാളുടെ വീട് നേതാക്കൾ സന്ദർശിച്ചതിലുൾപ്പെടെ കെ ശൈലജയ്ക്ക് അതൃപ്തിയുണ്ട്. ഇക്കാര്യം കെ ശൈലജ പാർട്ടിയിൽ പ്രകടിപ്പിച്ചതായാണ് വിവരം. സ്ഫോടനത്തിൽ സിപിഎം പ്രവർത്തകർ ഉൾപ്പെട്ടപ്പോൾ തന്നെ ശൈലജ നേരത്തെ അതൃപ്തി അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഫോടനം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയെന്ന വിമർശനവും സിപിഎമ്മിനുള്ളിൽ ശക്തമാണ്. ജനം, തിരുവനന്തപുരം.